ായിരുന്നെങ്കിൽ അവൻ രക്ഷിതാവായി തീർന്നില്ലായെങ്കിൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് ഇടപെട്ടതാണ്. ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഒന്ന് കുറിച്ചു കൊണ്ടുവന്നത്, ഞാൻ കുറിച്ചു വെച്ച ഭാഗങ്ങളൊക്കെയും വ്യത്യസ്തമായ കൈനെ ഹാബേലിനെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ വചനത്തെ കുറിച്ച് നീ സംസാരിക്കണമെന്ന്, നിന്റെ ജനത്തോട് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് പറയാതിരിക്കുവാൻ ധനമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഇന്ന് രാത്രിയിൽ എന്നെ നോക്കി സംസാരിക്കുകയാണ്. അവൻ നിന്നെ വിലക്കി വാങ്ങിയത് സ്വന്തം രക്തം കൊടുത്താണ് വിലക്കി വാങ്ങിയതുള്ള കാര്യം ഞാൻ എന്തെങ്കിലും മറന്നു പോകരുത്. ഹാലലിയ, എനിക്ക് നിങ്ങൾക്ക് ലോക ജനത ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ വ്യവസ്ഥയില്ല. മറ്റുള്ളവർ പോകുന്നത് പോലെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് വ്യവസ്ഥയില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, എബ്രായരുടെ ലേഖനം 12:24 എന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, കളങ്കമില്ലാത്ത, കുറ്റമില്ലാത്ത, ഹാലലി ഒരു കറയും അതിൽ പെടാത്തതായ ഒരു രക്തം. ഹാലലി, നമുക്കറിയാം, ഇന്ന് ഓരോ ലാബുകളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാമ്പിൾ കൊണ്ട് കൊടുത്താൽ പറയും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് പറയുവാനിടയായി തീരും. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ സാമ്പിൾ എടുത്തു കൊണ്ടുവന്ന് ഒരു ലാബിലേക്ക് പരിശോധിച്ചാൽ അതിലൊരു കുറ്റമില്ല, അതിലൊരു ബാക്ടീരിയ ഇല്ല, അതിലൊരു അണുക്കളുമില്ല എന്ന് അവിടെ തെളിയിക്കുവാനായി കാണുവാനായി സാധിക്കും. ആ രക്തമാണ് എന്നെ നിന്നെ ഈ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്. ഒരുവൻ നമുക്ക് വേണ്ടി കയറിപ്പോയി, അവൻ കയറിപ്പോയതുപോലെ മടങ്ങി വരും. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തെന്ന്? അല്ലെങ്കിൽ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. അവൻ നിങ്ങളോട് മുൻപേ ഗലീല പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് പറയുന്നു, അവൻ മടങ്ങി വരും. അവന്റെ വരവിന്റെ ധ്വനി ഇതാ ദേശത്തെമ്പാട് മുഴങ്ങി കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുപ്പോടെ, വളരെ ഒരുക്കത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ കണ്ണുനീരോടെ, വളരെ വിലാപത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് തന്റെ കാന്തൻ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രിയിൽ സഭയാകുന്ന മണവാട്ടി ഒരുക്കം പ്രാപിച്ച് കർത്താവിനോടൊപ്പം പറന്നു പോകുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ നീ അതിനായി ഒരുങ്ങുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരുക്കം പ്രാപിച്ച ഇന്ന് രാത്രിയിൽ പറന്നു പോകുവാനായി ഒരുക്കമില്ലാത്തവർ ഇവിടെ കിടന്ന് തപ്പി തടയുവാനായി തീരും. ഇന്ന് രാത്രി ഒരുക്കത്തോടെയാണോ ഞാൻ നീ ദൈവത്തിന്റെ പാദപിടത്തിലായിരിക്കുന്നത്? ഇന്ന് രാത്രി ഒരുക്കത്തോടെ വന്നവർ, ഒരുക്കത്തോടെ ഇരിക്കുന്നവരെ എന്റെ കാന്തനായ കർത്താവ് നിന്നെ ചേർത്തുകൊണ്ട് പോകും. 1000 ആണ്ട് സ്വർഗത്തിൽ വാഴുവരണയായി തീരും. അവിടെ കരച്ചിലില്ല, പല്ലുകടിയില്ല, കണ്ണിനില്ല, ദുഃഖമില്ല, വേദനയില്ല, ഉറവിളിയില്ല. അവിടെ എപ്പോഴും സന്തോഷവും ആനന്ദവും. കുഞ്ഞാടാവുന്ന ക്രിസ്തുവാകുന്ന കാന്തയെ ആരാധിച്ച ദൂതന്മാർ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവും പകലുമെന്നാലെ നിരഞ്ജനമായി ദൈവമക്കളെ അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ വായിച്ച് സ്തുതിക്കും. കെരൂബുകൾ അവരെ വാനോളം പുകഴ്ത്തുവാനായി തീരും. കെരൂബുകൾ അവരെ സ്തുതിക്കുവാൻ തുടങ്ങും. ഇവിടത്തെ പോലെ വാദ്യഘോഷങ്ങൾ പോലെയല്ല, വളരെ ഗാംഭീര്യമായ വാദ്യഘോഷങ്ങൾ സ്വർഗത്തിലേക്ക് മുഴങ്ങി കേൾക്കുവാൻ ഇടയായി തീരും. ഇവിടെ നമുക്ക് പലവിധമായ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതും നമ്മൾ പല രീതിയിലുള്ള ദൈവത്തെ ആരാധിക്കും. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവർ തപ്പിനോട്, നൃത്തത്തോട്, ഉച്ചനാദമുള്ള കൈത്താളത്തോട് കൂടെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഇത്
ഇതുവരെ അവർ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ തന്റെ ജീവിതത്തിൽ പ്രാപിക്കാത്ത അനുഗ്രഹങ്ങൾ, നന്മകൾ അവൻ അനുഭവിക്കുകയായി തീരും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിലേക്കുള്ള അനുഭവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വർഗത്തിലേക്ക് കയറി പോയവൻ വീണ്ടും മടങ്ങി വരും. അവന്റെ വരവിന്റെ ധ്വനി ദേശത്തെമ്പാടും മുഴങ്ങി കേൾക്കുന്നു. അതുകൊണ്ടാണ് ദേശത്ത് പലയിടങ്ങളിൽ പോയി നമ്മൾ സുവിശേഷം പറയുന്നത്, സാക്ഷികൾ വിതരണം ചെയ്യുന്നത്. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇന്ന് രാത്രിയിൽ നീ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് രാത്രിയിൽ ഏറ്റവും കൂടുതൽ പിശാച് ഭയക്കുന്നതെന്ന് അറിയാമോ? യേശുവിന്റെ രക്തത്തെ. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ, പിശാചിൽ നിന്ന് ഒട്ടിടിക്കുമ്പോൾ, ഇന്ന് രാത്രി രക്തം കൊണ്ട് മുദ്രയിട്ട പ്രിയപ്പെട്ടവരെ, രക്തം കൊണ്ട് മുദ്രയിട്ട നീ ഇപ്പോഴും മുട്ടിടിക്കാതെ, മുട്ടു നിറയ്ക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്തോ അത്ഭുതത്തിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. രക്തം കൊണ്ട് രക്തത്തെ ഭയന്ന പിശാച്, നമുക്കറിയാം, ഭൂതവിളകിയ ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ കുറിച്ച് യേശുവിന്റെ രക്തത്തെ നിന്നെ പൂർണ്ണമായി ഇന്ന് പൂർണ്ണമായി ശാസിച്ച് പുറത്താക്കുന്നു എന്ന് കർത്താവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ പിശാച് വിറക്കി വണ്ണയായി തീരും. ആ പിശാച് പറയും, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുവാൻ വരുന്നോ എന്ന് ചോദിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തെ പിശാച് ഭയക്കുന്നുണ്ട്. പിശാച് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ആ പിശാച് തന്നെ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി യേശു 40 ദിവസം ഉപവാസം കഴിഞ്ഞ് ആഹാരമൊന്നും കഴിക്കാതെ ഉപവാസത്തോടെ മരുഭൂമിയിലായിരുന്നപ്പോൾ ആ യേശുവിനെ പരീക്ഷിക്കുവാൻ ഈ പിശാച് കടന്നു പോകുവാനിടയായി തീർന്നു. വചനത്തോടെ അവളോട് സംസാരിച്ചു, വചനത്തോടെ അവളോട് ഇടപെട്ടു, അവനോട് സംസാരിച്ചു. എന്നാൽ ദൈവം തക്കതായ മറുപടി കൊടുത്തു. എങ്ങനെയാ കൊടുത്തത്? ദൈവിക വചനത്തിലൂടെ അവനോട് സംസാരിച്ചു, അവനെ സാധിച്ച് പുറത്താക്കി. നിന്നിലേക്ക് ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ പുറത്താക്കുവാൻ ഇന്ന് രാത്രിയിൽ ആ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, സെഖര്യാവിനോട് ഇടപെട്ട ദൈവം ഇന്ന് രാത്രിയിൽ നിന്നോട് ഇടപെടുകയാണ്. സെഖര്യാവിനോട് സംസാരിച്ച, സെഖര്യാവിന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിയിൽ അതിശക്തമായ രീതിയിൽ ഇന്ന് രാത്രിയിൽ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്കത് പരിഹരിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല, എത്ര പേർ ആത്മാവിൽ നിറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ സെഖര്യാവ് ആത്മനിറവ് പ്രാപിച്ചു, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, സെഖര്യാവ് ഈ ദൂത് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ആത്മനിറവ് പ്രാപിച്ചു, ആത്മശക്തി പ്രാപിച്ചു. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു പറയുകയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആത്മനിറവോടെ ഇന്ന് രാത്രിയിൽ നീ ദൈവത്തോട് പറഞ്ഞാൽ, നിന്നെ ആത്മാവിൽ നിറച്ച് പുതു ഭാഷ തന്ന്, പുതു ശക്തി പകർന്നു നൽകി, പുതു ബലത്തോടെ നിന്നെ നടത്തുവാൻ, പുതു ധൈര്യത്തോടെ നിന്നെ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിന്നെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി നിന്നോട് ഇടപെടുന്നത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊട്. മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ഇന്ന് രാത്രി നീ ചെവി കൊടുക്കുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 67-68 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ലൂക്കോസ് സുവിശേഷം 1-ന്റെ 67-68 വാക്യങ്ങൾ. അവന്റെ അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്നെ ജനത്തെ
സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്തു. അതിന് 76 വാക്യം വായിക്കാമോ? 1:76. നീയോ പൈതലേ, ഇതാ സ്നാപക യോഹന്നാനെ കുറിച്ച് ഹല്ലേലൂയ സെഖര്യാവ് ആത്മനിറവോടെ വിളിച്ചു പറയുകയാണ്. നീയോ പൈതലേ, ആ അത്യുന്നതന്റെ പ്രവാചകൻ ഉയരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവം അത്യുന്നതങ്ങളിൽ വസിക്കുന്നവന്റെ പ്രവചനം വിളിച്ചു പറയുവാൻ അത്യുന്നതനായ പ്രവാചകനെ എന്ന് വിളിക്കപ്പെടും. ആ കർത്താവിന്റെ വഴി ഒരുക്കുവാന്, കർത്താവിന് മുന്നമേ കൂട്ടി ഒരു വഴി ഒരുക്കുവാൻ വേണ്ടി സ്നാപകനെ യോഹന്നാനെ ദൈവം നിയോഗിക്കുവാനായി ചെയ്യുന്നു. നമുക്കറിയാം, മലാക്കി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതുവരെ മലാക്കിയുടെ കാലഘട്ടം വരെ നമുക്കറിയാം ഹല്ലേലൂയ പ്രവചന ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു നീണ്ട നിരയായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ദൈവ ശബ്ദം കേൾക്കാതെ നിശ്ചലമായിരുന്നു. ഒരു ശബ്ദം പോലും കേൾക്കുവാൻ ഒരു വ്യക്തിയിലൂടെയോ ഒരു പ്രവാചകനിലൂടെയോ ഒരു സുവിശേഷകനിലൂടെയോ ഒരു ഇടയനിലൂടെയോ ദൈവം ഇടപെട്ടില്ല. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം സ്നാപക യോഹന്നാനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവനോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് വന്നു, സർപ്പത്തിന്റെ സന്തതികളെ വളരെ ഗാംഭീര്യത്തോടെ വിളിച്ചു പറഞ്ഞു. അവിടെ നിൽക്കുന്ന ജനത്തിന് ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം, അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം സ്നാപകൻ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സർപ്പത്തിന്റെ സന്തതികളെ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചു പറയുവാനായി തീർന്നു. ഹല്ലേലൂയ. അവർ കേട്ട് നിന്നവർ ഹല്ലേലൂയ ഒന്നും വേണ്ടിയില്ല. നമുക്കറിയാം, ആദ്യ പിതാവായ ആദാമും ഹവ്വയും അവർ ദൈവത്തിന്റെ പാദപീഠത്തെ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അവർ ദൈവം